സിവിൽ എഞ്ചിനീയറായ ഭർത്താവും ഇൻറ്റീരിയർ ഡിസൈനറായ ഭാര്യയും കൂടി അതിമനോഹരമായ ഒരു വീട് നിർമ്മിച്ചു. ഭർത്താവ് പ്ലാൻ വരച്ച് വീടിൻ്റെ പുറംമൂടി ഭംഗിയാക്കിയപ്പോൾ ഭാര്യ മനോഹരമായ അലങ്കാരപ്പണികൾ കൊണ്ട് വീടിൻ്റെ അകം ഭംഗിയാക്കി. ഭാര്യ ഭർത്താവിനോട് എങ്ങനെയുണ്ട് വീടിൻ്റെ അകമെന്ന് ചോദിച്ചു. ഭർത്താവ് പറഞ്ഞു, ഭംഗിയായിരിക്കുന്നു. എന്നാലും എന്തോ ഒരു കുറവ് ഭർത്താവിന് അനുഭവപ്പെട്ടു. പിറ്റേന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഭർത്താവ് തിരുഹൃദയ രൂപത്തിൻ്റെ ചിത്രം വാങ്ങി തങ്ങളുടെ സ്വീകരണമുറിയുടെ നടുക്കായി സ്ഥാപിച്ചു. ഇത് കണ്ട് ഭാര്യ പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ രൂപം ഇവിടെ ഇരിക്കുന്നത് കാരണം ഈ മുറിയുടെ മുഴുവൻ സൗന്ദര്യവും നഷ്ടപ്പെടുന്നു. എന്നാൽ ഭർത്താവ് തിരുഹൃദയ രൂപം അവിടെ നിന്ന് മാറ്റാൻ കൂട്ടാക്കിയില്ല. 2-3 മാസത്തെ വഴക്കിനിടയിൽ ഒരു അപരിചിതനായ മനുഷ്യൻ അവരുടെ വീട്ടിലേക്ക് കടന്നു വന്നു. അയാൾ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അയാളുടെ നോട്ടം മുഴുവനും തിരുഹൃദയ രൂപത്തിലേക്കായിരുന്നു. ഭർത്താവ് അയാളോട് ചോദിച്ചു, എന്തേ തിരുഹൃദയ രൂപം വല്ലാതെ ഇഷ്ടപ്പെട്ടോ? അയാൾ പറഞ്ഞു, 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഈ വീട്ടിൽ വന്നിരുന്നു. ഈ വീട് കൊള്ളയടിക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. നിങ്ങളെ കൊന്നിട്ടായാൽ പോലും ഈ വീട്ടിലുള്ളതെല്ലാം കൊള്ളയടിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ ഈ വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ എൻ്റെ കണ്ണ് നേരെ പോയത് നേരിയ വെട്ടത്തിൽ മിന്നി നിൽക്കുന്ന ഈ തിരുഹൃദയ രൂപത്തിലേക്കായിരുന്നു. എന്നെ വേണ്ട വേണ്ട എന്നു പറഞ്ഞ് മോക്ഷണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ഈ തിരുഹൃദയ രൂപമായിരുന്നു. പിറ്റേ ദിവസം ഭർത്താവ് ജോലിക്ക് പോയി തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ കണ്ടത് രൂപത്തിന് താഴെ ഈശോ ഈ ഭവനത്തിൻ്റെ രക്ഷകൻ എന്ന് എഴുതി വച്ച ബോർഡായിരുന്നു. ഇത് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയായിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും തീരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പണ്ടൊക്കെ സ്വീകരണമുറിയിൽ തിരുഹൃദയനാഥൻ്റെ രൂപം ഇരിക്കുന്നിടത്ത് ഇന്ന് വലിയ ടിവികളാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. നമ്മുടെ അപ്പൂപ്പനും അമ്മുമ്മയുമെല്ലാം ഉറക്കമുണർന്നാൽ ആദ്യം എഴുന്നേറ്റ് വരുന്നത് ഈ തിരുഹൃദയനാഥൻ്റെ രൂപത്തിൻ്റെ മുൻപിലേക്കായിരിക്കും. ആ രൂപത്തെ നോക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കുമായിരുന്നു, അന്നേ ദിനം ധന്യമാകാൻ. എന്നാൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഇത് അന്യമായിരിക്കുന്നു. ഇന്ന് നാം ഓരോരുത്തരും എഴുന്നേറ്റാൽ നോക്കുന്നത് തിരുഹൃദയ രൂപത്തെയല്ല, മറിച്ച് മൊബൈൽ ഫോണിനെയാണ്. പഴമയിലേക്ക് ഒന്ന് തിരിച്ചു പോയാലോ? ഇന്നു മുതൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ തിരുഹൃദയ രൂപത്തിൻ്റെ മുൻപിൽ വന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുവാനും ആ ദിനം ധന്യമാക്കാനും നമുക്കൊന്ന് പരിശ്രമിക്കാം. ഓർക്കാം ദൈവവചനം: കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 17-ാം അധ്യായം 7-8 വാക്യങ്ങൾ.